ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെയാണ്. ആ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും വന്നിട്ടില്ല. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നോടി എന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നല്ലോ ആൻറ്റി. എന്നിട്ട് സച്ചിയും രേവതി എവിടെ? അവരെ വിളിച്ചില്ല ഭക്ഷണം കഴിക്കാനായിട്ട്. അവരെ അയ്യോ ആൻറ്റി, അവരെന്തിനാണ് ഞാൻ വിളിക്കുന്നത്? അവർക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമല്ലോ, അല്ലാതെ ഞാൻ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആഹാ, അത് ശരി, നീ വിളിക്കണ്ട, അതായിരിക്കും നല്ലത്. പക്ഷേ അവർക്കുള്ള ഭക്ഷണം നീ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി റൂമിൽ കൊണ്ടേ കൊടുക്കണം. അത് ചെയ്തേ മതിയാവുള്ളൂ. ഇത് കേട്ട നമ്മുടെ ശ്രുതി പെട്ടുപോയെന്നൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെ ശ്രുതി, സച്ചി, രേവതി ഭക്ഷണം കഴിക്കാൻ വാ ഇങ്ങോട്ട്, സച്ചി, രേവതി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു വിളിയാ. അങ്ങനെ ആൻറ്റി ഞാൻ വിളിച്ചു ആൻറ്റി, ശരി അവർ വരട്ടെ. അങ്ങനെ ദേ നമ്മുടെ സച്ചിയും രേവതിയും വരികയാണ്. ആഹാ, എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് റെഡി ആയല്ലോ എന്ന് സച്ചി പറയാ. നിങ്ങൾ ഇരിക്കി ഭക്ഷണം കഴിക്കാനായിട്ട്. രേവതി വന്നിരിക്കും രേവതി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ശ്രുതിക്ക് നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്ക് എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, വിളമ്പി താടി എന്ന് ചന്ദ്ര പറയുകയാണ്. മോളെ ശ്രുതി, നീ വിളമ്പി കൊടുക്ക്, അവളുടെ ആക്രാന്തം തീരട്ടെ എന്നിങ്ങനെ പറയുകയാണ് രവി. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചപ്പാത്തി എടുത്ത് വിളമ്പി കൊടുക്കുക. ചപ്പാത്തി ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം രേവതി ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. രേവതി എടുക്കാനായിട്ട് ശ്രമിച്ച രേവതി, മോളെ നീ എടുക്കണ്ട, അത് ശ്രുതി നിന്റെ പ്ലേറ്റിൽ വെച്ചിരും ചപ്പാത്തി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിക്കും രേവതിക്കും ശ്രുതിയാണെങ്കിൽ അരിശത്തോടെ 2 ചപ്പാത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കറിയും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് പറയണം, മോളെ ശ്രുതി, നീ ഇവിടെ ഇരുന്ന് കഴിക്കും ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട രവിയേട്ടനൊന്നും മിണ്ടാതിരുന്നേ, അവളിപ്പം കഴിക്കണ്ട, എല്ലാവർക്കും വിളമ്പി കൊടുത്ത് കഴിഞ്ഞ് അവസാനം കഴിച്ചാൽ മതി എന്ന് ചന്ദ്ര പറയാണ്. അങ്ങനെ ഇവര് ആസ്വദിച്ചിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വായിൽ വെച്ചപ്പോൾ തന്നെ സച്ചി എന്ന് പറഞ്ഞു എരിവ് കൊണ്ട് രക്ഷയില്ല. അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്കും എരിവ് കൊണ്ട് രക്ഷയില്ല. എല്ലാവരും ഓരോ എക്സ്പ്രഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചന്ദ്രക്ക് കാലി വരികയാണ്, എന്താ ഫുഡാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ എന്ത് ഫുഡായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ദൈവമേ എരിവ് കണ്ടിട്ടൊരു രക്ഷയില്ലല്ലോ. അപ്പോൾ വർഷയാണെങ്കിൽ അയ്യേതൊന്നിനും കൊള്ളൂല, എന്ത് ഫുഡാണ് ശ്രുതി ചെയ്യേണ്ടത്? ശ്രുതി ചേച്ചി മനഃപൂർവ്വം അല്ലേ ആൻറ്റി ഇങ്ങനെ ഒരു പണി തന്നു കഴിഞ്ഞപ്പോഴേക്കും മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചതല്ലേ ഇങ്ങനത്തെ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അല്ല, ഞാൻ മനഃപൂർവ്വം അല്ല. അതെ, നീ മനഃപൂർവ്വം തന്നെയാണ്. അപ്പോൾ രവിയാണെങ്കിൽ ചന്ദ്രൻ, നീ എന്തിനാ അവളുടെ മെക്കിട്ട് കയറാൻ നിൽക്കുന്നത്? ഭക്ഷണത്തിൻ്റെ ABCD അവൾക്ക് അറിയില്ല. നീ അടുക്കളയിൽ കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? രവിയേട്ടാ, ഇവളെ മനഃപൂർവ്വം ചെയ്തതാ എന്നോട് പകരം വീട്ടാൻ വേണ്ടി. ഇവളിതിനു മുമ്പ് അടുക്കളയിൽ കയറിയിട്ടുണ്ടല്ലോ, ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവളിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്ന് ചന്ദ്രയെ, ഇവൾ ഇതേപോലുള്ള രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മേലാൽ ഇവൾ ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കരുത്, വെച്ചു പോകരുത് എന്ന് പറയാണ്. എനിക്കറിയാവുന്ന രീതിയിൽ തന്നെയാണ് ആൻറ്റി ഭക്ഷണം ഉണ്ടാക്കിയത്. നിനക്ക് അറിയാവുന്ന രീതിയിൽ നീ മനഃപൂർവ്വം ഞങ്ങളെ തീറ്റിക്കാതിരിക്കാനുള്ള പണി മുഴുവൻ ചെയ്തത്. അപ്പോൾ രവിയുടെ വീണ്ടും പറയണം, വേണ്ട, ഇനി ഇവളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി എൻ്റെ പൊന്നു മോളെ, എനിക്ക് പട്ടിണി എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല, മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നില്ല. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എടി നിൻ്റെ മനസ്സിലിപ്പോൾ ഭയങ്കര സന്തോഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് ഇനി ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ അല്ലേ? അപ്പോഴേക്ക് രേവതി പറയുകയാണ്, ഏതായാലും നിങ്ങളിരിക്കും, ഞാൻ ഇപ്പം തന്നെ പോയി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാം. വേണ്ട രേവതി ചേച്ചി, ഞാനേ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വർഷ പറയാ. അപ്പോൾ ചന്ദ്രയ്ക്ക് കലി വരികയാണ്, നീ രക്ഷപ്പെട്ടൊന്നും കരുതണ്ടറി. രേവതി ഇനി മുതൽ അടുക്കളയിൽ കയറണമെങ്കിൽ നിനക്ക് അതിന് അപ്പുറം പണി ഞാൻ തരും. നീ ഒരു കാര്യം ചെയ്യും, നീയേ ഈ പ്ലേറ്റ് എല്ലാം കൊണ്ട് കഴുകി വെച്ച്, വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞ് പ്ലേറ്റ് എല്ലാം കൊണ്ട് കഴുകി വെച്ചിട്ട് നീ അലക്കാനുള്ള തുണികൾ മുഴുവൻ എടുത്തിട്ട് വാ, എല്ലാവരുടെയും തുണി നീ എടുക്കണം എന്ന് ശ്രുതിയോട് പറയുകയാണ്. ശ്രുതിക്ക് വേറെ നിവൃത്തിയില്ല, ഒരു നിവൃത്തി ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി കാണിക്കുന്ന, രേവതിയാണെങ്കിൽ TV കണ്ടുകൊണ്ട് ഇങ്ങനെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുക. കോമഡി രംഗമാണ് രേവതി കാണുന്നത്. രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. അപ്പോൾ സച്ചി ഒന്ന് നോക്കുമ്പോൾ ആഹാ, കൊള്ളാലോ രേവതി, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അപ്പോൾ ചന്ദ്രയും വരിക. ചന്ദ്രൻ എന്ന ഹാളങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ TV നോക്കിക്കൊണ്ട് ഇങ്ങനെ പൂ കെട്ടുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, കണ്ണടച്ച് പൂ കെട്ടുന്നു, TV കണ്ടുകൊണ്ട് പൂ കെട്ടുന്നു, എന്താ രേവതി ഇത്? നീ വലിയ സംഭവമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിനെന്താ സച്ചിയേട്ടാ, അത് കണ്ടില്ലേ കോമഡി കണ്ടുകൊണ്ട് പൂ കെട്ടുന്നു വിചാരിച്ച് എന്താണ് കുഴപ്പം? പിന്നെ അമ്മ നിനക്കൊരു ഇത് തന്നെന്ന് വിചാരിച്ച് നീ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, ഇത് കണ്ടോ അമ്മ ഇവള് ചെയ്യുന്നത്? അമ്മ TV കാണാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആസ്വദിച്ചിരുന്ന TVയും കണ്ട് പൂ കെട്ടുകയാണമ്മേ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ശ്രുതി വരുന്നത്, നമ്മുടെ ചന്ദ്ര കാണുന്നത്. അപ്പോൾ ചന്ദ്ര പറയുകയാണ്,
അതിനെന്താ കുഴപ്പമാടാ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ TV കണ്ടിട്ട് പൂമാല കെട്ടിട്ടെ, അതിന് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിയാണല്ലോ കണ്ടോ കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് സച്ചിയോട് പറയണം. ആ കെട്ട്. അപ്പോൾ അതേ ശ്രുതി കുറേ തുണിയായിട്ട് വരികയാണ്. നിൽക്കണേ അവിടെ എന്ന് പറയുകയാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതി പേടിച്ചവിടെ നിൽക്കാം. അപ്പോൾ നമ്മുടെ ചന്ദ്ര തുണികളെല്ലാം നോക്കിയാണ്. ഇവിടെ ഇതിൽ രേവതിയുടെയും സച്ചിയുടെയും തുണി കാണുന്നില്ലല്ലോടി. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതിന് അവരുടെ തുണി ഞാനെന്തിനെടുക്കുന്നത് ആൻറ്റി? അവരുടെ തുണി അവരലക്കിക്കോളും, അതിനിപ്പോൾ എനിക്കെന്താ കുഴപ്പം? ആഹാ അത് ശരി, അവരുടെ തുണി നീ അലക്കണം, അവരലക്കിക്കോളുമെന്നോ? എന്ത് ധിക്കാരായിട്ട് വേണം നീ ഇങ്ങനെ പറയാനായിട്ട്? അപ്പോഴേക്ക് രേവതി പറയണ, അയ്യോ അമ്മേ കുഴപ്പമില്ല അമ്മേ, ഞങ്ങളുടെ തുണി ഞങ്ങൾ അലക്കിക്കോളാം, അത് വേറെ ആരും അലക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല, നിങ്ങളുടെ തുണിയും ഇവളലക്കണം. അങ്ങനെ അലക്കിയെന്ന് വിചാരിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ രേവതി അഴുക്ക് തുണികളെല്ലാം എടുത്തുകൊണ്ട് വാ എന്ന് രേവതിയോട് പറയാം. അപ്പോൾ രേവതി ആണെങ്കിൽ അയ്യോ അമ്മ വേണ്ട അമ്മേ, ഞങ്ങൾ അലക്കിക്കോളാം, ഞാൻ പറഞ്ഞങ്ങോട്ട് കേട്ടാൽ മതി, ചെല്ല്. അപ്പോൾ സച്ചിയാണ് ചെല്ല് രേവതി. അങ്ങനെ രേവതി കുറേ അഴുക്ക് തുണികളെല്ലാം എടുത്തുകൊണ്ട് വരികയാണ്. ഇനി അവളുടെ കയ്യിലേക്ക് കൊടുക്ക്. അങ്ങനെ ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി എല്ലാം ഈ തുണികളെല്ലാം കൊണ്ട് അലക്കണം. ഇതേ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് വരികയല്ല വേണ്ടത്, ഇത് നീ കല്ലി കൊണ്ട് അലക്കണം. ഇത് കേട്ടത് ശ്രുതിയാണെങ്കിൽ എൻ്റെ ദൈവം, ഇത്രയും തുണികൾ ഞാൻ കല്ലി കൊണ്ട് അലക്കാനോ? എന്താടി നോക്കി നിൽക്കുന്നത്, കടന്നു പോടി എന്ന് പറയാം. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് തുണി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോകണം. സച്ചിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ മോളെ രേവതി നിനക്ക് കോഫി വേണോ? കോഫി വേണമെങ്കിൽ ശ്രുതിയോട് പറഞ്ഞാൽ മതി കേട്ടോ. ശ്രുതിയെ നിനക്ക് അലക്കണ സമയത്തൊന്ന് കാപ്പി ഇട്ടിട്ട് വരും. നീ ഒരു കാര്യം ചെയ്യണ്ട, നീ മോളവിടെ പോയിരുന്ന് പൂവും കിട്ടി TVയും കണ്ടിരുന്ന് ആസ്വദിച്ചങ്ങോട്ടിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവാണ്. രേവതിയാണെങ്കിൽ ഒന്ന് ഇപ്പോൾ നുള്ളിയൊക്കെ നോക്കിയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ വീണ്ടും നുള്ളുകയാണ്. എന്താ സച്ചിയുടെ കാണിക്കുന്നത്? എടി സ്വപ്നം അല്ല രേവതി, ഇത് സത്യം തന്നെയാണ്. എനിക്കിതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് മേലോട് കുളിർന്ന് കയറുന്നു. അതേ സച്ചിയേട്ടാ, എൻ്റെ മേലോട് കുളിർന്ന് കയറുന്നു, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ ശ്രുതിയെ കാണിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അലക്കല്. ചന്ദ്രയുടെ സാരി എടുത്താണെങ്കിൽ അലക്കുന്നത്. എന്നെക്കൊണ്ട് നിങ്ങൾ ജോലികളെല്ലാം ചെയ്യിപ്പിക്കും അല്ലേ, എന്നെക്കൊണ്ട് നിങ്ങൾ അലപ്പിക്കോ അല്ലേ, നിങ്ങൾ കാണിച്ചു തരണം പറഞ്ഞുകൊണ്ട് ആ സാരിക്കിട്ട് മുഴുവനും ദേഷ്യം തീർക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരികയായിരുന്നു ശ്രുതി. അപ്പോൾ ശ്രുതി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഓഹോ, എൻ്റെ അമ്മയെ കൊല്ലാനുള്ള അരിശം അവൾക്കുണ്ട്. കണ്ടോ എൻ്റെ അമ്മയുടെ കഴുത്തിൽ കയറി കുത്തിപ്പിടിക്കുന്നത് പോലെയാണ് എൻ്റെ അമ്മയുടെ സാരി ഇട്ട് അവൾ അലക്കുന്നത്. ഇവൾക്ക് ഇത്രയും അരിശമുണ്ട്, എൻ്റെ അമ്മയോട് ഭയങ്കര അരിശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട മിന്നണ്ട, നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നത്, കടന്നു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന്. ശ്രുതി സോറി ശ്രുതി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടല്ലേ, നിങ്ങൾ അടുക്കളയിൽ വന്നിട്ട് ഇതുപോലെ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ആൻറ്റി വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വിധം മാറ്റി, എല്ലാം ഞാൻ പറഞ്ഞ രീതിയിലായി, എന്നിട്ട് ആൻറ്റിയെ കൊണ്ട് എന്നെ കൊണ്ട് വഴക്കേൽപ്പിച്ചു. നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ശ്രുതിയോട് പറയണം. അയ്യോ അങ്ങനെയല്ല ശ്രുതി, നീ ഇത്രയും മാത്രം അലക്കണം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കുക. കണ്ടില്ലേ സച്ചിയുടെയും രേവതിയുടെയും ഡ്രസ്സ് വരെ എന്നെ കൊണ്ട് അലപ്പിക്കുകയാണ് ആൻറ്റി, ഇതിനെല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ ഒറ്റൊരുത്തിനും കാരണം, നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്ത് കൂട്ടിയത്. ഇപ്പം എല്ലാം എനിക്ക് പാരയായി മാറി, കണ്ടില്ലേ നിങ്ങൾ ഇതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അയ്യോ ശ്രുതി ഇതെന്തൊരു കഷ്ടമാണ്, സച്ചിയുടെ രേവതിയുടെ തുണി വരെ നീ എനിക്ക് അലക്കാൻ വേണ്ടി തന്നല്ലേ, നീ അലക്കണ്ട ഞാൻ അലക്കിക്കോളാം. ആഹാ കൊള്ളാം, നിങ്ങൾ അലക്കിക്കോളാം എന്നല്ലേ. എന്നിട്ട് ആ സമയത്ത് ആൻറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങളെ കൊണ്ട് ഞാനാ ചെയ്യിപ്പിച്ചെന്ന് നിങ്ങൾ പറയും. അതല്ലേ സുധിയുടെ മനസ്സിലേക്ക് അല്ല, അമ്മ വന്ന് കാണണമെങ്കിൽ കാണട്ടെ, അങ്ങനെ അമ്മയാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാവോ, അമ്മ ഇനി എന്ത് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ മാറി ശ്രുതി ഞാൻ അലക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു തുണികളെല്ലാം മേടിച്ചിട്ട് നമ്മുടെ ശ്രുതി അലക്കുക നീ വിശ്രമിച്ച് ഞാൻ അലക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അലക്കുക. അപ്പോഴാണ് സച്ചി ആ വഴി വരുന്നത്. സച്ചി ഈ ഒരു കാഴ്ച കാണുകയാണ്. ആഹാ അമ്പടെ കേമ, നീ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇവിടെ വന്നിരുന്ന് പൗഡർ ഇട്ടത്തേക്ക് അലക്കി കൊടുക്കുകയാണല്ലേ, കാണിച്ചു തരടാ, നിന്നെ ഇപ്പം തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓട്ടം ഓടിപ്പോയിട്ട് രേവതി അമ്മ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങോട്ട് വാ, നീ എൻ്റെ കൈ വിട്, ഞാൻ വരാം, രേവതി വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും രേവതിയെയും വിളിച്ചുകൊണ്ട് നേരെ
നമ്മുടെ സച്ചി അലക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക. അപ്പം ചന്ദ്ര ഈ ഒരു കാഴ്ച കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോവാണ്. സുധി ഇരുന്നിങ്ങനെ അലക്കാണ്. എടാ സുധി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു വിളി നമ്മുടെ ചന്ദ്ര. സുധി ഞെട്ടിപ്പോയി. എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ് ഈ കാണിക്കുന്നത്? ഇവളെ വെറുതെ ഇരുത്തിയിട്ട് നീ അലക്കാണല്ലേടാ, നിന്നെ ഇവള് വിളിച്ച് വരുത്തതല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് പടപടാന്ന് അടിക്കണം. അയ്യോ അമ്മേ എന്നൊക്കെ പറയാണ്. നീ ഇങ്ങോട്ട് പാടാൻ തന്നെ ശരിയായി. അപ്പം സുധി അവിടെ കിടന്ന് ഒറ്റ ഓട്ടണം. അപ്പം സച്ചി ആണെങ്കിലും സുധിയെ കയറി പിടിക്കണം. നീ അങ്ങനെ രക്ഷപ്പെട്ടെണ്ടാ ഓട്ടക്കാരാ എന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ കാരണം നോക്കിയിട്ട് ചന്ദ്ര പടപടാന്നടിക്കണം. എടാ സത്യം പറയടാ, നിന്നെ ഇവള് പിടിച്ച് വരുത്തിയല്ലേ? അല്ല പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ ഇവൾക്ക് അലക്കില്ല. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേടാ, ഞാൻ പറഞ്ഞ നീ അനുസരിക്കാതെ ഇത്ര വളർന്നല്ലേ, ഇവളാണ് നിന്നെ എല്ലാത്തിനും കാരണക്കാരി. അപ്പൊ ശ്രുതി പറയാണ്, ഞാനല്ല ശ്രുതിയെ വിളിച്ചു വരുന്നത്, നീ ഒരു അക്ഷരം വേണ്ടി പോരുത്, നീ മഹാകള്ളിയാണ്, എൻ്റെ മോനെ കൊണ്ട് നീ ഇതെല്ലാം ചെയ്യിപ്പിക്കുമല്ലേടി, പാവം എൻ്റെ മോന്. ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ സച്ചിയോടും രേവതിയോടാണ്, നിങ്ങളങ്ങോട്ട് പോര്, അവളെല്ലാം അലക്കട്ടെ, നിങ്ങളിങ്ങോട്ട് പോരെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അതേ എൻ്റെ ഡ്രസ്സും രേവതി ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് അലക്കണോട്ടോ. രേവതി എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വല്ല പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ അടിച്ചു മാറ്റും, അങ്ങനത്തെ മഹാകള്ളിയാണ് ഈ പൗഡർ ഏട്ടത്തി, അതല്ല ഇതിനപ്പുറം ചെയ്തു കൂട്ടും അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം ശ്രുതിക്കാണെങ്കിൽ കല്ലിയും വരികയാണ്. ശ്രുതിയാണെങ്കിൽ ആ ശ്രുതിയുടെ ബാഗും വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും അലക്കാനായിട്ട് തുടങ്ങുക. ഇവരാണെങ്കിൽ പെട്ടുപോയൊരവസ്ഥ നിൽക്കുക. അങ്ങനെ ശ്രുതിയുടെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതി ബെഡ്റൂമിലേക്ക് വരിക. ബെഡ്ഷീറ്റ് എല്ലാം നന്നായിട്ട് വിരിക്കുകയാണ്. അപ്പം ചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട്, എന്താ നീ പള്ളി ഉറക്കത്തിന് പോവുകയാണ്, നീ ഉറങ്ങാൻ പോവാണോ ശ്രുതി? അതെ ഞാൻ ഉറങ്ങാൻ പോവാണ്. എങ്കിലേ നീ അവിടെ പോയി ബെഡ്ഷീറ്റ് എടുത്തേ. അപ്പം ശ്രുതി വരികയാണ്. എന്തിനാമേ ബെഡ്ഷീറ്റ് എടുക്കാൻ പറഞ്ഞത്? ഓ സച്ചിക്ക് കൊടുക്കാനായിരിക്കും അല്ലേ, ശരിയാ, ആ 2 ബെഡ്ഷീറ്റ് എടുത്തോ ശ്രുതി എന്ന് പറയുകയാണ്. ഓ സച്ചിക്കും രേവതിക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ബെഡ്ഷീറ്റ് എടുത്താണല്ലേ, മനസ്സിലായി. അങ്ങനെ പായ എവിടെ? പായ എടുത്തു. അപ്പം ശ്രുതിയും പായ എടുക്കുക. അമ്മ എന്തിനാണ് നമ്മൾ പായ എടുക്കുന്നത്? അതുകൊണ്ട് പുറത്തങ്ങോട്ട് വെച്ചാൽ പോരെ, അവരെടുത്തോണ്ട് പോയിക്കോളൂല്ലോ, അമ്മ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇത് പിടിച്ചിണ്ടേ, സച്ചി രേവതി എന്ന് പറഞ്ഞു വിളിക്കണേ. എന്തിനാ അവരിങ്ങോട്ട് വിളിക്കുന്നത്? അങ്ങോട്ട് കൊണ്ടുവച്ചാൽ അവരെടുത്തിട്ട് പോയി, ഈ റൂമിലേക്കൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അമ്മേ എന്ന് ശ്രുതി പറയുകയാണ്. അപ്പോൾ സച്ചിയും രേവതിയും വരികയാണ്. എന്താ അമ്മേ എന്ന് ചോദിക്കുകയാണ്. അതെ ഇനി മുതൽ നിങ്ങൾ ഈ ബെഡ്റൂമിൽ കിടന്നാൽ മതി. ശ്രുതി നീയേ ഇവർ കിടന്നിരുന്ന സ്ഥലമില്ലേ, ആ ഫ്രിഡ്ജിൻ്റെ അടിയിൽ അവിടെ പോയി കിടന്നോ. ശ്രുതി പിന്നെ നീയേ ഒരു ബാൽക്കണി ഇല്ലേ, അവിടെ പോയി കിടന്നാൽ മതി. അമ്മേ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അതേടാ നിങ്ങളിനി അവിടെ കിടന്നാൽ മതി, പറഞ്ഞ മനസ്സിലായല്ലോ. അമ്മേ അവിടെ ഞങ്ങളെങ്ങനെ കിടക്കുന്നത്? അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ടെറസിൻ്റെ മുകളിൽ പോയി കിടന്നു പോകരുത്. നിങ്ങൾ ഈ ജന്മത്തിന് ഒരുമിച്ച് കിടക്കാനായിട്ട് പോകുന്നില്ല. ഇവിടെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആൻറ്റി അവിടെ ഭയങ്കര കൊതുകാണ് ആൻറ്റി എന്ന് ശ്രുതി പറയുമ്പോൾ, അയ്യോടി കൊതുകൊന്നും നിന്നെ കടിക്കാനായിട്ട് പോകുന്നില്ല, കാരണം നീ അത്രക്കും ദുഷ്ടത്തിയാണ്, മഹാകള്ളി, പേരും കള്ളി എന്നൊക്കെ ചന്ദ്ര പറയുകയാണ്. 2 പോയിക്കോ, ഇവിടുന്ന് പൊയ്ക്കോണം എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പേടിച്ച് ഓടി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. പക്ഷെ എന്തൊരു കഷ്ടമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അമ്മേ ഇനി മുതൽ ഞങ്ങൾ ഇവിടെയാണോ അമ്മേ കിടക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, അതെ ഇവിടെ തന്നെയാണ് കിടക്കേണ്ടത് എന്ന് പറയാം. അപ്പോഴേക്കും ചച്ചി പറയാണ്, അപ്പോൾ ഞങ്ങൾ മേളിൽ റൂം കെട്ടണ്ട അല്ലേ, ശ്രുതിയും കെട്ടിക്കോളും അല്ലേ അമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും, അവർ റൂമൊന്നും കെട്ടാൻ പോകുന്നില്ല, അവരിനി ജന്മത്തിൽ ഒരുമിച്ച് കിടക്കാൻ പോകുന്നില്ല, പറഞ്ഞ മനസ്സിലായല്ലോ. ശരിയമ്മേ എന്ന് പറയാണ്. അതെ AC ഇടാൻ മറക്കണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ രേവതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ആ സമയത്ത് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നോക്കിയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഇപ്പോൾ നമ്മുടെ രേവതിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയോ എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.